ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഗീതാജ്ഞാന യജ്ഞത്തിലേക്ക് ഏവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു. 16-ാമത്തെ അധ്യായമായിട്ടുള്ള ദൈവീ സമ്പത്തിനെ കുറിച്ചാണ് ഭഗവാൻ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ത്യാഗത്തെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പരിചയപ്പെട്ടത്. ത്യാഗേ നൈകേ അമൃതത്വമാനശുഹു ന കർമ്മണ ന പ്രജയ ന ധനേന ത്യാഗേ നൈകേ അമൃതത്വമാനശുഹു. ത്യാഗം കൊണ്ടാണ് അമൃതത്വം കൈവരിക്കുന്നത് എന്നാണ്. അതായത് ഉടമസ്ഥതയെ കൈയൊഴിഞ്ഞ് മറ്റൊരാളിലേക്ക് ഏൽപ്പിക്കുക. ദാനം എന്ന് പറയുന്നതും ത്യാഗത്തിൻ്റെ വേറൊന്നാണ്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. സ്വസ്വത്വ നിവൃത്തി പരസ്വത്വ ആപാദനം ദാനം. തൻ്റെ ഉടമസ്ഥതയെ മാറ്റി മറ്റൊരാളുടെ ഉടമസ്ഥതയിലേക്ക് ചേർത്ത് കൊടുക്കുന്നതിനെയാണ് ദാനം എന്ന് പറയുന്നത്. ഇവിടെ ഏറ്റവും ഉത്കൃഷ്ടമായ മൂല്യമായിട്ടുള്ള ത്യാഗം. തുടർന്ന് അഹിംസ സത്യം അക്രോധ ത്യാഗശാന്തിരപൈശുനം ദയാഭൂതേഷ്വലോലുപ്തം മാർദ്ദവം ഹ്രീരചാപലം തേജ ക്ഷമ ധൃതി ശൗചം അദ്രോഹാനി മാനിതോ അദ്രോഹ നാദിമാനിത ഭവന്തി സമ്പദം ദൈവീം അഭിജാതസ്യ ഭാരത. ത്യാഗം, നമ്മൾ ത്യാഗത്തെ വിസ്തരിച്ച് കണ്ടു. തുടർന്ന് പറയുന്നത് ശാന്തി. ശാന്തി എന്ന് പറയുന്നത് മനസ്സിൻ്റെ ആ അടക്കത്തിൽ നിന്നുണ്ടാകുന്നതാണ് ശാന്തി. അതാണ് സ്വസ്ഥത എന്ന് നമ്മൾ പറയുന്നത്. സ്വസ്മിൻ സ്ഥീയതേ ഇതി ഭാവഃ എന്ന് പറയുന്നത് ശാന്തി. അപൈശുനം. അപൈശുനം എന്ന് പറഞ്ഞാൽ പരദൂഷണം. കൃത്യമായി നമുക്കൊരു ബോധ്യവും ഇല്ലാത്ത കാര്യം ഇങ്ങനെ പടച്ചു വിടുക. ഇന്നിപ്പോൾ അത് ഭയങ്കരമായിട്ട് കൂടുതലാണ്. പണ്ടൊക്കെ ആണെങ്കിൽ ആളുകൾ അവിടെ ഇവിടെയൊക്കെ ഇന്ന് പോയി. ഇതിപ്പോൾ വാട്സപ്പ്, അങ്ങനെ എന്താ പറയുക, സോഷ്യൽ മീഡിയ, റീല് എന്നൊക്കെ പറഞ്ഞ് അടിച്ചു വിടുക. ഒരു 10 പൈസയുടെ എന്തെങ്കിലും ലോജിക്ക് ഉണ്ടോ, അല്ലെങ്കിൽ വസ്തുനിഷ്ഠമായിട്ടുള്ളതാണോ, കേൾക്കുന്നവരും അങ്ങനെയായിപ്പോയി. അപ്പോൾ അപൈശുനം. ഇങ്ങനെ കേശവമാമൻ ഗ്രൂപ്പിലൊന്നും പോയി വെറുതെ ബുദ്ധി പണയപ്പെടുത്താതിരിക്കുക. കണ്ട ഇവരൊക്കെ വേണ്ടാധീനം പറയുന്നത് കേട്ട് വിശ്വസിച്ച് ഓഹോ അങ്ങനെയല്ലേ എന്ന്. അപ്പോൾ അപൈശുനം. ഭൂതേഷു ദയ. സർവഭൂതങ്ങളോടും ദയ ഉണ്ടാവുക. കാരണം അതിനൊക്കെ ഇവിടെ ജീവിക്കാനുള്ള അവകാശമുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്. അലോലുപ്ത്വം. അലോലുപ്ത്വം ആഗ്രഹങ്ങൾ, ആശ ഒഴിഞ്ഞിരിക്കുന്ന അവസ്ഥയാണ് അലോലുപ്ത്വം. കണ്ട ലൊട്ടിലൊടുക്ക് സാധനങ്ങൾ എന്ത് തന്നെയായാലും വേണ്ടില്ല എടുത്ത് വീട്ടിൽ കൊണ്ടുപോകണം എന്നുള്ള ചിന്ത, അതില്ലാതിരിക്കുക. ഇതൊക്കെ സിമ്പിളായിട്ടുള്ളതാണ്. ഇതൊക്കെ വ്യാഖ്യാനം ചെയ്യേണ്ടതുണ്ട് എന്ന് തോന്നുന്നില്ല. കാരണം ഇതൊക്കെ വ്യാഖ്യാനം ചെയ്താൽ ബുദ്ധിമുട്ടായി പോകും. അതുകൊണ്ട് സിമ്പിളായിട്ടാണ് കാര്യം പറഞ്ഞിരിക്കുന്നത്. മാർദ്ദവം, ക്രൂരതയില്ലായ്മ. മൃദുവായി നമ്മൾ പറയില്ലേ, അതെ, ഒരു സോഫ്റ്റ് കോർണർ എന്ന് പറയുന്നത് ഈ മാർദ്ദവത്തെയാണ്. ഹ്രീ, ലജ്ജ. മഷിട്ട കാണാനില്ലെന്ന്. എന്ത് മണ്ടത്തരങ്ങളും എന്താ പറയുക, എന്ത് ആധികാരികമായിട്ടാണ് പറയുന്നതെന്ന് അറിയോ. പഴയ നമ്മുടെ ഒരു മുഖ്യമന്ത്രി ഉണ്ട്, കെ കരുണാകരൻ. മൂപ്പര് പ്രയോഗിക്കാറുള്ള ഒരു ഇതുണ്ട്, എന്താ പറയുക എന്ന് പറഞ്ഞാൽ, ഉളുപ്പില്ലെങ്കിൽ ഒരു കിളിപ്പെങ്കിലും വേണ്ടിടോ എന്നാണ്. അതെ, ഇത് ലജ്ജ. പാട്ടൊക്കെ പാടും ലജ്ജാവതിയെ എന്നൊക്കെ. ഈ ലജ്ജ ഹ്രീയാണ്. നമ്മുടെ ധർമ്മദേവൻ്റെ ഭാര്യയിൽപ്പെട്ടിട്ടുള്ള ഒരാളാണ് ഹ്രീ. ഇതിലെ പലരും. ഹ്രീ, ലജ്ജ. അചാബലം, ഇളക്കമില്ലായ്മ, ദൃഢനിശ്ചയം, എടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുക. തേജഃ, തേജസ്, ബുദ്ധിയുടെ തീക്ഷ്ണത തന്നെ തേജസ്. ക്ഷമ, സഹനശേഷി, അത് തന്നെ. സഹനം സർവദുഃഖാനാം അപ്രതീകാരപൂർവകം, അത് തന്നെ ക്ഷമ. ക്ഷമയാ രോചതേ ലക്ഷ്മി എന്നാണ്. ക്ഷമയാണ് നമ്മളെ എന്താ പറയുക പ്രകാശിപ്പിക്കുന്നത്. ക്ഷമ.
ധൃതി, ധൈര്യം, ധീരത. ശൗചം വിസ്തരിച്ച് പഠിച്ചിട്ടുള്ളതാണ്. ശുചിത്വം, മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും വാക്കിൻ്റെയും കർമ്മത്തിൻ്റെയും ഒക്കെ. അദ്രോഹം, ദ്രോഹിക്കാതിരിക്കുക, അതും മാനസികവും കായികവും ശാരീരികവും, ഒന്നിനെയും ദ്രോഹിക്കാതിരിക്കുക. നാതിമാനിത, ഞാൻ വലിയ അഭിമാനിയാണ് എന്ന് സ്വയം തോന്നാതിരിക്കുക, മറ്റുള്ളവരെ അത് തോന്നിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കാതെ ഇരിക്കുക. തൻ്റെ കേമത്തരമൊക്കെ മറ്റുള്ളവരുടെ മേലെതിരായി എടുക്കുന്നത് ആവശ്യമില്ല. അതുകൊണ്ട് ഒരു സാമട്ടിൽ അങ്ങനെ പോവുക, അതാ ഏറ്റവും നല്ലത്. ഇത്രയൊക്കെ ദൈവീം സമ്പദം അഭിജാതസ്യ ഭവന്തി. ഇതൊക്കെയാണ് ദൈവികമായ ദൈവീ സമ്പത്തിനെ സൂചിപ്പിക്കുന്ന അഭിജാതസ്യ, ഇങ്ങനെ ശ്രേഷ്ഠമായ ജന്മം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ആരിലുണ്ടോ അത്രയേ ഉള്ളൂ. ശ്രേഷ്ഠമായ ജന്മമായി കണക്കാക്കപ്പെടുന്നു, ഭവന്തി ഉണ്ടാകുന്നു. തുടർന്ന് ആസുര സമ്പത്തിനെ കുറിച്ചുള്ള വിവരണമാണ്. ഇത്രയും ശ്ലോകങ്ങളെ കൊണ്ട് 1, 2, 3 ശ്ലോകങ്ങളിൽ ദൈവീ സമ്പത്തിനെ കുറിച്ചാണ്. 4ാമത്തെ ശ്ലോകത്തിലൂടെ ആസുരീ സമ്പത്തിനെ വിവരിക്കണം. നോക്കാം നമുക്ക് എന്താണ് ആസുരീ സമ്പത്ത് എന്ന്. ദംഭോ ദർഭോഭിമാനശ്ച ക്രോധപാരുഷ്യമേവ ച അജ്ഞാനം ചാഭിജാതസ്യ പാർത്ഥ സമ്പദമാസുരീം. ഹേ പാർത്ഥ, അർജുന, ആസുരീ സമ്പത്തിനെ കുറിച്ച് കേട്ടാലും എന്താണ് ഇവന്മാരുടെ ലക്ഷണങ്ങൾ പറയുന്നു. ദംഭം, ഞാൻ ഭയങ്കര സംഭവമാണ് എന്ന് മറ്റുള്ളവർ തന്നെക്കുറിച്ച് പറയണം എന്ന ഒരു ശാഠ്യവും, അതിനുവേണ്ടി കാശ് ചെലവാക്കലും. അങ്ങനെയൊക്കെ ഫാൻസ് അസോസിയേഷൻ ഉണ്ടാക്കി നടക്കുന്ന ആൾക്കാരുണ്ട്. താൻ വരുന്നതിന് മുമ്പ് തന്നെ അവിടെ ജയ് വിളിക്കാനും അവിടെ കൂടി നിന്ന് ഹായ് പറയാനും സെൽഫി എടുക്കാൻ വരെ ആളുകളെ നിർത്തുന്നുണ്ട്. ഒരു 10 ആൾ വന്ന് സെൽഫി എടുത്തു കഴിഞ്ഞാൽ ചിലർ നോക്കുമല്ലോ, 11ാമൻ ഇതാരാ ഇത്, എന്നിട്ട് അയാളും ചോദിക്കുമല്ലോ പോയിട്ട് ഞാനൊരു സെൽഫി എടുത്തോട്ടെ എന്ന്. ആരാന്ന് വെച്ചാൽ മൂപ്പർക്ക് ഇങ്ങനെ തോന്നുന്നതാണ്. ഇങ്ങനെ ഓരോരുത്തർക്ക് ഏതെങ്കിലും ശങ്കരാചാര്യർ പറയും പ്രസിദ്ധനാവാൻ വേണ്ടിയിട്ട് അമ്മയെ തല്ലുന്നു, അല്ലെങ്കിൽ സ്വന്തം വസ്ത്രം കീറി ഒരു രീതിയിലായിട്ട് നടക്കും. അപ്പോൾ ആളുകൾ നോക്കുമല്ലോ ഇതെന്താ ഇയാൾ ഇങ്ങനെയെന്ന്. അങ്ങനെയെങ്കിലും പ്രശസ്തി. അമ്മയെ തല്ലിക്കഴിഞ്ഞാൽ ആളുകൾ അന്വേഷിക്കില്ലേ ഇവൻ അമ്മയെ തല്ലിയവനാണെന്ന്, അതും പ്രശസ്തി. എന്ത് പ്രശസ്തിയാണ്? എങ്ങനെയെങ്കിലും ഏന പ്രകാരമാണ്. ഇവിടെ പറയുന്നത് ദംഭം. അപ്പം തനിക്ക് ഫാൻസ് അസോസിയേഷൻ ഉണ്ടാവണം, താൻ ഭയങ്കരനാണെന്ന് മറ്റുള്ളവർക്ക് തോന്നണം. ഇങ്ങനെ മാത്രമല്ല, ഞാൻ ഭയങ്കരം ഒരു സദാചാരിയുമാണ്, ഞാൻ ഒരുപാട് ദാനധർമാദികളൊക്കെ ചെയ്യാറുണ്ട്, എനിക്കങ്ങനെ വെൻ ഐ വാസ് ഇൻ ലഡാക്ക് മുതൽ പല സംഭവങ്ങളും പറയും. ഞാൻ ആരാണെന്ന വിചാരം, ഞാനാരാ മോൻ. ദംഭം. എന്തായിരുന്നു അധർമ്മൻ്റെ ഭാര്യയുടെ പേര്? മൃഷാധർമ്മസ്യ ഭാര്യാസീത്. അതിൽ മൃഷ തെറ്റിദ്ധാരണ. ഈ തെറ്റിദ്ധാരണയുടെ മൂത്ത പുത്രനാണ് ആര്? ദംഭം മായാം ച ശത്രുഹൻ. ദംഭമെന്നും മായയെന്നും പേര് 2 മക്കളുണ്ടായി. ഈ ദംഭൻ അധർമ്മൻ്റെ മൂത്ത പുത്രനാണ്.
നമുക്ക് കാഴ്ചയിൽ ഇവൻ നിരുപദ്രവകാരിയായിട്ട് തോന്നുമെങ്കിൽ ഇവൻ ഭയങ്കര കുഴപ്പക്കാരനാണ്. ഞാൻ അവിടെ പോയി എനിക്ക് ഇങ്ങനെ മുൻനിരയിൽ സീറ്റ് കിട്ടിയില്ല, എന്നോടൊന്ന് ഇരിക്കാൻ ആരും പറഞ്ഞില്ല, ഒരു കാപ്പി വേണോ ചായ വേണോ എന്തെങ്കിലും ഒന്ന് കുശലാന്വേഷണം നടത്താൻ ഒരാളുമില്ല. ഞാനെന്തോ വലിഞ്ഞു കയറി വന്നവനാണ് എന്നൊരു തോന്നൽ. അപ്പം അത് ശരിയല്ലല്ലോ. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഞാനങ്ങോട്ട് പോകുന്നു. പിന്നെ ഇനി വേറെ എവിടെയെങ്കിലും പോകുമ്പോൾ ദേ ചേട്ടാ, ആദ്യം ഞാൻ പറഞ്ഞേക്കാം, ഞാൻ അവിടെ ഈ വായ നോക്കിയ പോലെ ഒന്നും എനിക്ക് നിൽക്കാൻ പറ്റില്ല. മാന്യമായിട്ട് എന്നെ ആ റെസ്പെക്റ്റൊക്കെ എനിക്ക് തന്നാലേ ഞാൻ വരുള്ളൂ. ഒക്കെ എന്ത് റെസ്പെക്റ്റാണ് ചേട്ടാ, സാധാരണ നമ്മുടെ വീടല്ലേ, അവിടെ എന്ത് റെസ്പെക്റ്റ് അല്ലാതെന്ന് പറഞ്ഞാൽ പോരാ. ഇയാൾക്ക് ഇങ്ങനെ തോന്നുന്നു ഒരു കുടുംബ വീട്ടിൽ ഭാര്യ വീട്ടിലേക്ക് പോകുന്നതിനാ പറയണത്. ഇതാണ് നമ്മുടെ ദക്ഷന് തോന്നിയത്. പരമശിവൻ ദക്ഷയാഗം വളരെ പ്രസിദ്ധമാണല്ലോ. ഈ ദക്ഷൻ വന്നപ്പോൾ എല്ലാവരും എഴുന്നേറ്റ് വന്നു. ശിവൻ മൂപ്പരുടെ അമ്മായി അച്ഛനുമാണ്. ശിവൻ്റെ മകളെയാണല്ലോ, ദാക്ഷായണിയല്ലേ ദക്ഷൻ വിവാഹം കഴിച്ചത്, സതിയെ. ക്ഷമിക്കണം, അതെ, ദക്ഷൻ്റെ പുത്രിയാണ്. അതുകൊണ്ടാണ് ശിവൻ ഇടയ്ക്ക് ദാക്ഷായണി എന്ന് വിളിക്കുക. അപ്പോൾ ഭാര്യയുടെ അച്ഛനാ, അമ്മാവനെന്നോ അമ്മായിപ്പനെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയാം. അപ്പോൾ ആ നിലയിൽ എന്താ എഴുന്നേറ്റ് നിൽക്കേണ്ടതാണെന്നാണ് ദക്ഷന് തോന്നിയത്. ആരാണ്? ശിവൻ, പരമശിവൻ, മഹാദേവൻ, ദേവാദിദേവൻ. അപ്പോൾ മൂപ്പര് എഴുന്നേറ്റ് നിന്നില്ല. എന്തായിരുന്നു, എഴുന്നേറ്റ് നിന്നാൽ ഇവന് ഈ അഹങ്കാരം കൂടണ്ടെന്ന് കരുതിയിട്ടാണ്, ദമ്പം കൂടണ്ടെന്ന് കരുതിയിട്ട് മൂപ്പര് എഴുന്നേറ്റതൊന്നുമില്ല. ഈ കാരണം കൊണ്ട് അങ്ങോട്ട് തുടങ്ങി ശിവനെക്കുറിച്ച് പറയാൻ. എൻ്റെ മകൾ ചെയ്ത അബദ്ധവും അങ്ങോട്ട് വിസ്തരിച്ച് അങ്ങോട്ട് തേരാപ്പാര തോന്നിയാസം പറഞ്ഞു. അങ്ങനെയൊക്കെയാണ് ഇത് പിന്നീട് ദക്ഷയാഗം ഉണ്ടാവുന്നത്. വീണ്ടും ഒരു ശിവനിന്ദ നടത്തിക്കൊണ്ട് വീണ്ടും ഒരു യാഗം നടത്തുകയാണ്. അതിൽ ദക്ഷനെ വിളിക്കില്ല, ശിവനെ വിളിക്കില്ല. അതിലാണ് സതി ചെല്ലുന്നതും ഇതൊക്കെ സംഭവിക്കുന്നത്. അപ്പോൾ ത്രിമൂർത്തികളൊക്കെ സന്നിഹിതരായിരിക്കുന്നിടത്ത് താൻ ആരാണെന്നും പറഞ്ഞിട്ട് അങ്ങോട്ട്, ഇതൊക്കെ നമ്മുടെയൊക്കെ ഇടയിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കങ്ങോട്ട് അറിയാതെ തോന്നുകയാണ് ഞാനെന്തോ ഒരു സംഭവമാണ്. നിങ്ങളങ്ങനെ ഒരു സംഭവമാണെങ്കിൽ, നിങ്ങളവിടെ അങ്ങനെ ഒരു ഓരത്തിരിക്കുകയാണെങ്കിൽ അതിനാണ് ഒരു പ്രശസ്തി ഉണ്ടാവുക. മറ്റുള്ളവർ പറയും, കണ്ടോ ഇരിക്കുന്നുണ്ടല്ലേ, സാധാ മട്ടിൽ മൂപ്പര് ഇരിക്കണ നോക്ക്. ശരിക്കും പറഞ്ഞാൽ അവിടെ മുന്നിലിരിക്കേണ്ട ആളാണ്. ഇനി ആരെങ്കിലും മുന്നിലേക്ക് വിളിച്ചാൽ പറയും, ഇല്ല ഇല്ല ഇവിടെ നിൽക്കാം, കുഴപ്പമില്ല കുഴപ്പമില്ല. ഇതല്ല. പരിപാടി 10 മണിക്കാണെങ്കിൽ 8 മണിക്ക് തന്നെ വന്ന് എന്താ നേരത്തെ കാലത്ത് ഇരിക്കും. കാരണം അപ്പം ആരെങ്കിലും ഇരുത്തിയിട്ടില്ലെങ്കിലോ എന്ന് കരുതിയിട്ട്. അപ്പം ഇതൊക്കെ അതിൻ്റെ ലക്ഷണങ്ങളാണ്. ദംഭം. താൻ സ്വയം സദ്വൃത്തനാണ്, അതുപോലെ അഹമ്മാനി, ആഢ്യോസ്മി, അഭിജാതഃ അഹമസ്മി, ഇങ്ങനെ തുടങ്ങി കുറേ ഇല്ലാത്ത സംഗതികൾ മൂപ്പര് തന്നെ ഉണ്ട് എന്ന് പറയുക തനിക്ക്. അതാണ് ദംഭം. അതാണ് നമ്മുടെ അധർമ്മൻ്റെ മൂത്ത പുത്രൻ ദംഭം. പിന്നെയോ ദംഭം, ദർപ്പം. ഈ ദർപ്പണത്തിൽ നിന്നാണ് ഈ ദർപ്പം. ദർപ്പവും ദർപ്പണവും ചേർന്ന് നിൽക്കുന്നതാണ് അഹങ്കാരം. അത് കുറച്ച് കാശുണ്ട് എങ്കിൽ പിന്നെ പറയുകയും വേണ്ട. അധികാരവും കാശും ഒക്കെ ഉണ്ടെങ്കിൽ അതിന് കൈയും കാലും വയ്ക്കും.
ദമ്പവും ദർപ്പവും ഇതെല്ലാം സമ്മേളിക്കുവേ. അപ്പോൾ പിന്നെ നോക്കണ്ടല്ലോ എന്താവും അവസ്ഥ എന്ന്. അപ്പം ദർപ്പത്തിന് നമ്മൾ നല്ല മലയാളത്തിൽ ഭയങ്കര തണ്ടനാണെന്ന് പറയും അല്ലേ, അങ്ങനെ പറയാറുണ്ട്. അത് തന്നെ നമുക്ക് തോന്നുന്നു ഈ തിരുവനന്തപുരം ഭാഗങ്ങളിലേക്കൊക്കെ കൂടുതൽ പറയാറുണ്ട്. മറ്റേത് നമ്മൾ അഹങ്കാരി. അപ്പം ആളുകൾ അവരെക്കുറിച്ചൊക്കെ അങ്ങനെ പറയും. എന്താന്ന് പറഞ്ഞാൽ ഒന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ പറയും, ഒന്ന് തിരിഞ്ഞാൽ മതി. അഭിമാനഹാച്ച, ഇവിടുത്തെ അഭിമാനം എന്ന് പറഞ്ഞാൽ പൊങ്ങച്ചമാണ്, ഇല്ലാത്തത് പറയുക അഭിമാനം. ക്രോധം, കഷ്ടകാലത്തിന് ആരെങ്കിലും ഒരു സെൽഫി എടുക്കട്ടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഫോൺ വാങ്ങിയൊരു എറിയും. പാരുഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരുഷ ഭാഷണം എന്നാണ്, പുലഭ്യം പറയുക. അതുകൊണ്ടാണ് പ്രാർത്ഥനാ ഗീതത്തിൽ പറഞ്ഞത് എന്താ, നല്ല വാക്കോതിടാൻ ത്രാണിയുണ്ടാകണമേ. നല്ലത് പറയാനും വേണം ഒരു കരുത്ത്. പുലഭ്യം പറയാനോ ആവശ്യമില്ല. പുലഭ്യം പറയുക, പുലഭ്യം എഴുതുക. നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ നോക്കിയാൽ മതി, ഓരോരുത്തരുടെ ഫേസ്ബുക്കിലും അതിലും ഇതിലൊക്കെ പോയിട്ട് പുലഭ്യം പറയുക. എന്തിൻ്റെ ലക്ഷണം? ഇതാ ഇവിടെ പറയുന്നു, ആസുര ലക്ഷണം. ഈ പുലഭ്യം പറഞ്ഞവൻ്റെ ഐഡിയ എന്തായിരിക്കും എന്നറിയോ? ഐഡിയയിലെ പിക്ചർ ദൈവങ്ങളുടെ പിക്ചറൊക്കെയാണ്. അതിൽ വിവേകാനന്ദ സ്വാമികളുടെ പടമുണ്ടാവും, സരസ്വതി, ഗണപതി, ശ്രീകൃഷ്ണൻ, ഇതൊക്കെയാണ് പ്രൊഫൈൽ പിക്ചർ. ആ പിക്ചർ വെച്ചിട്ടാണ് ഓരോരുത്തരുടെ ഇതിൽ പോയിട്ട് പുലഭ്യം എങ്ങനെയുണ്ട്. അപ്പോൾ ഇതൊക്കെ പണ്ടേ ഉള്ള പരിപാടിയാണ്. ഈ വേഷം മാറിയിട്ട് ഇവർക്ക് ഈ വേഷം പുലഭ്യം പറയാനുള്ളതാണ്. അപ്പം പരുഷഭാഷണം, അജ്ഞാനം, വിവരക്കേട്, അതാണ് എന്താ പറയുക ഏറ്റവും കൂടുതലുള്ളത്. അജ്ഞാനം. കാര്യമായ എന്തെങ്കിലും ഒരു കാര്യത്തെ ചോദിച്ചാൽ അതിനെക്കുറിച്ച് പറയാതെ വേറെ ഓരോന്ന് പറയുക, നുണ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അജ്ഞാനികളുടെ ഒരായുധമാണ് നുണ. ചിലപ്പോൾ അവർ വളരെ നന്നായിട്ട് ഈ ഗീൽബസിൻ്റെയൊക്കെ ഒരു വിജയം എന്ന് പറയുന്നത്, അങ്ങനെ എന്തെങ്കിലും എവിടെയെങ്കിലും വിജയിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഹിറ്റ്ലർ കൂടെ കൊണ്ടു നടത്തിയത്. അജ്ഞാനം ഏതാനി ഏവ ആസുരീ സമ്പദം അഭിജാതസ്യ ഭവതി. ഇതൊക്കെ അസുരന്മാർക്കുള്ള സമ്പത്താണ്. എന്തൊക്കെ? ദംഭം, ദർപ്പം, അഭിമാനം, ക്രോധം, പാരുഷ്യം, അജ്ഞാനം. പോരെ? എന്തിനാ കൂടുതൽ? ഇത് തന്നെ ധാരാളം. തുടർന്ന് ഭഗവാൻ പറയുന്നു, ദൈവീ സമ്പദ് വിമോക്ഷായ നിബദ്ധായാസുരീമത മാശുച സമ്പദം ദൈവീം അഭിജാതോസി പാണ്ഡവ. ഇതിൽ ഭഗവാൻ അർജുനനെ സമാധാനിപ്പിക്കും. പാണ്ഡവ, അർജുന, നീ ഉണ്ടല്ലോ,
ഇതൊക്കെ മനസ്സിലാക്കും. എന്താണ് ദൈവീ സമ്പത്ത്? ഞാൻ പറഞ്ഞിട്ടുള്ള 26 ഗുണങ്ങൾ, അതെന്താണ്? ദൈവീ സമ്പത്താണ്. ആ ദൈവീ സമ്പത്ത് എന്തിന് ഹേതുവാണ്? മോക്ഷായ വിമോക്ഷായ, വിശേഷേണയുള്ള മോക്ഷത്തിന്, സ്വാതന്ത്ര്യത്തിനുള്ളത്. അതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ സ്വതന്ത്രരാണ്. മറ്റേത് നമ്മൾ ബന്ധനസ്ഥരായി പോകും. എനിക്കിരിക്കാൻ സീറ്റ് കിട്ടിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാണ്. അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ അത് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ പ്രശ്നം ഉണ്ടാവും, ബന്ധനമുണ്ട്. മറ്റേതെന്താണ്? മോചനത്തിൻ്റെ ഗുണമാണ്. 26 ഗുണങ്ങളും ദൈവീ സമ്പത്തും. ദൈവീ സമ്പത്ത് മോക്ഷായ, അത് മോക്ഷത്തിന് കാരണമായിട്ടുള്ളതാണ്. ആസുരി സമ്പത്തോ നിബദ്ധായ മത, അത് ബന്ധനത്തിനുള്ളതാണെന്ന് അഭിപ്രായം. മതം എന്ന് പറഞ്ഞാൽ അഭിപ്രായം. എൻ്റെ അഭിപ്രായവും ജ്ഞാനികളുടെയൊക്കെ അഭിപ്രായം ഇതാണ് അർജുന. അപ്പം എന്തിനാണ് ഈ സദ്ഗുണങ്ങളെ, ദൈവീ സമ്പത്തിനെ കുറിച്ച് പറഞ്ഞത്? അതാണ് നമ്മുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. മറ്റേത് എന്താണ്? ബന്ധനമാണ്. ഇതെല്ലാം തൊട്ടു മുമ്പ് പറഞ്ഞിട്ടുള്ള ദമ്പം, അതൊരു ബന്ധനമാണ്. ദർപ്പം, നമ്മൾ ചോദിക്കില്ലേ എവിടുന്നാണ് ഈ മോക്ഷം വേണ്ടത്? ഇതിൽ നിന്നൊക്കെയാണ് മോക്ഷം. അപ്പം സാധാരണ ആളുകൾ പറയാറുണ്ട് എനിക്ക് മോക്ഷം കിട്ടുമോ? എന്തിൽ നിന്ന്? നിങ്ങൾ പലരും എന്താ പറയുക, ഇപ്പം ഹിന്ദുക്കൾ എന്ന് പറയുന്ന ജനവിഭാഗത്തിൽ ഭൂരിഭാഗം പേരും ചിന്തിക്കുന്നത് മോക്ഷമാണ് നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം. ശരി, ഏതിൽ നിന്ന്? നിങ്ങൾക്ക് ഏതിൽ നിന്നാണ് മോക്ഷം വേണ്ടത്? അല്ല, അതിങ്ങനെ മരിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ അങ്ങോട്ട് പോവല്ലേ ഇങ്ങോട്ട്? ഇതറിയാതെ നിങ്ങൾ എങ്ങോട്ടെങ്കിലും അങ്ങോട്ട് ടിക്കറ്റ് എടുത്ത് കയറിയിട്ട് കാര്യമുണ്ടോ? ഏതിൽ നിന്നാണ് മോക്ഷം വേണ്ടത്? ഏതിലാണോ ഞാൻ ബന്ധനസ്ഥനായത് അതിൽ നിന്ന്. അതേതൊക്കെയാണ്? 26 ദൈവീ സമ്പത്ത് കൊണ്ടാണ് ഈ 4 എണ്ണത്തിനെ എന്താ പറയുക, ഇല്ലായ്മ ചെയ്യേണ്ടത്. കുറച്ചേ ഉള്ളൂ ഇവിടെ, എണ്ണത്തിൽ കുറവാണ്. പക്ഷെ ഇത് മതി. ദംഭം, ദർപ്പം, അഭിമാനം, ക്രോധം, പാരുഷ്യം, അജ്ഞാനം. 4 അല്ല, 1 2 3 4 5 6. ഇതെല്ലാം കുറേ ഉണ്ട്. എന്നാൽ അപ്പം ഇതാണ് ബന്ധനം. ഇതിൽ നിന്നുള്ളതാണ് മോക്ഷം. അതല്ലാതെ മരണാനന്തര ബഹുമതി അല്ല മോക്ഷം. നമ്മളിൽ പലരും ധരിച്ചു വെച്ചിരിക്കുന്നത് മരണാനന്തര ബഹുമതിയാണെന്നാണ്. അപ്പം അതുകൊണ്ട് അർജുന, ആസുരി നിബദ്ധായ മേമത, എൻ്റെ അഭിപ്രായത്തിലും ഋഷിമാരുടെ അഭിപ്രായത്തിലും എല്ലാം എന്താണ്? ഇതാണ് ബന്ധനത്തിനുള്ള കാരണം. മറ്റേതോ മോക്ഷത്തിനുള്ളതാണ്. ഹേ പാണ്ഡവ, അല്ലയോ അർജുന, ദൈവീം സമ്പദം അഭിജാത ത്വം അസി. നീ ഉണ്ടല്ലോ ദൈവീ സമ്പത്തിനെ നേടാൻ ഇറങ്ങിയവനാണ്. അതാണ് നീ ലക്ഷ്യം വയ്ക്കുന്നത്, അല്ലെങ്കിൽ നീ ലക്ഷ്യം വെക്കേണ്ടത് അതാണ്. അതുകൊണ്ട് നിന്റെ ലക്ഷ്യം അതാണ്. നീ അതിൽ ജനിച്ചവനാണ്, നിനക്ക് അതിനോട് താല്പര്യമുള്ളവനാണ് എന്ന് ഓർമ്മിപ്പിക്കുക. അല്ലെങ്കിൽ ഇവൻ പഴയ വഴിക്ക് പോയി പോകും. ഇവനുണ്ട് കുറച്ച് ദമ്പമൊക്കെ. ഇടയ്ക്കിടയ്ക്ക് ഓരോരുത്തർ ഇടയ്ക്കിടയ്ക്ക് മുമ്പ് ഒരു ശബ്ദമൊക്കെ ചെയ്യാറുണ്ട്, ഞാൻ അങ്ങനെയാക്കും ഇങ്ങനെയാക്കും എന്നൊക്കെ. ഒക്കെ കൃഷ്ണൻ്റെ ബലത്തിലാണ് ഈ പറയണത്, ചെയ്യുന്നതൊക്കെ. പക്ഷെ ഇടയ്ക്ക് മുമ്പർക്ക് തോന്നാറുണ്ട് കൃഷ്ണൻ എൻ്റെ ഡ്രൈവറാണെന്നൊക്കെ. അത് കൃഷ്ണൻ തിരുത്തി കൊടുക്കും. അതുകൊണ്ട് ഇവിടെയും ഭഗവാൻ പറയുന്നത് എന്താണ്? മാശുച, നീ ദുഃഖിക്കണ്ട. അതെൻ്റെ മോക്ഷത്തിൻ്റെ കാര്യം ഞാൻ ഏറ്റു. കാരണം നിനക്ക് ഈ ഗുണങ്ങളോട് താതാത്മ്യപ്പെടുന്നതിനും ഈ ഗുണങ്ങളെ അനുവർത്തിക്കുന്നതിനും നീ
യോഗ്യനാണ്. അപ്പോൾ ഈ പറഞ്ഞ നമ്മളിവിടെ വെച്ച് ഇതിൻ്റെ പിറകിലേക്ക് ഈ ഗുണങ്ങളെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഒരു യോദ്ധാവ് എന്ന നിലയിൽ ആ യോദ്ധാവിൽ ഉണ്ടായിരിക്കേണ്ടത് ഇതാണോ? അങ്ങനെയാണെങ്കിൽ ഈ യോദ്ധാവ്, അർജുനനാകുന്ന യോദ്ധാവ് ചെയ്യുന്ന യുദ്ധം ഏതിനോടാണ്? വളരെ സിംബോളിക്കായിട്ടാണ്. എന്തൊക്കെയാണ് അതിൽ പറയുന്നത്? അഭയം, സത്വസംശുദ്ധി, ജ്ഞാനയോഗ വ്യവസ്ഥിതി, ദാനം, ദമം, യജ്ഞം, സ്വാധ്യായം, തപസ്, ആർജവം, അഹിംസ, സത്യം, അക്രോധം, ത്യാഗം, ശാന്തി, അപൈശുനം, ഭൂതേഷു ദയ, അലോലുപ്ത്വം, മാർദ്ദവം, ഹ്രീ, അചാബലം, തേജ, ക്ഷമ, ധൃതി, ശൗചം, അദ്രോഹം, നാതിമാനിത. ഇങ്ങനെ ഈ 26 എണ്ണം. മറ്റത് യോദ്ധാവിന് വേണ്ടത് എന്താ? ഇടം തിരിഞ്ഞ്, അമർന്നിരുന്ന്, ചാടി വെട്ടി, ഓതിരം, കടകം, ഇങ്ങനെ അമർന്നിരുന്ന് ഇടതുവശം ചെരിഞ്ഞ് ആഞ്ഞു വെട്ടി, തലയറുത്ത്, കാലറുത്ത്, നെഞ്ചിൽ കുത്തി, ഇങ്ങനെയുള്ള വിദ്യകളൊക്കെ അല്ലേ? അതാണോ ഇവിടെ പറയുന്നത്? അല്ല. അപ്പം ഇതുകൊണ്ട് നീ ഏതിനെ ഇല്ലാതെയാക്കണം? ദർപ്പം, ദമ്പം, ഇതിൻ്റെയൊക്കെ പ്രതീകങ്ങളാണ് ആര്? ഈ പറഞ്ഞ എങ്ങനെയാണോ അധർമ്മന് മൃഷാധർമ്മസ്യ ഭാര്യാസി, മൃഷ എന്ന തെറ്റിദ്ധാരണയാകുന്ന തെറ്റിദ്ധാരണയെ അധർമ്മൻ വിവാഹം കഴിക്കുന്നു. നമ്മൾ വിവാഹം കഴിച്ചത് തെറ്റിദ്ധാരണയാണെങ്കിൽ സ്വാഭാവികമായും നമുക്ക് ഈ ആസുര സമ്പത്ത് അഭിജായതയെന്ന് അതുണ്ടാകും, അത് ജനിക്കും. അതിലെന്തൊക്കെയാണ്? ദമ്പം, മായ, നികൃതി, താഭ്യാം ക്രോധശ്ച ഹിംസാച ഇത്യാദി, കലിം, ഭയം ഇത്യാദികളൊക്കെയാണ് അതിൻ്റെ സന്തതി പരമ്പരകൾ. ആസുരീ സമ്പദം അഭിജാതസ്യ ഭവന്തി. ഇതിലായിരിക്കും അവർ ജനിക്കുന്നത്. ആര്? അസുരന്മാർ. അതുകൊണ്ട് ഭഗവാൻ ഇവിടെ പറഞ്ഞു, ദൈവീ സമ്പദ് വിമോക്ഷായ നിബദ്ധായ ആസുരീമത മാ ശുച സമ്പദം ദൈവീ അഭിജാതോസി പാണ്ഡവ. ഹേ പാണ്ഡവ, നീ എന്താണ്? നീ ദൈവീ സമ്പത്തിന്, ദൈവീ സമ്പത്തിൽ ജനിച്ചവനാണ്. അല്ലെങ്കിൽ അതിനനുസൃതമായി അതിനെ സ്വാംശീകരിക്കേണ്ടവനാണ്, അതിൽ നിലകൊള്ളേണ്ടവനാണ്. മറ്റതെന്താണ്? നിന്റെ ധർമ്മമല്ല. തുടർന്ന് ഭഗവാൻ പറയും വളരെ മനോഹരമായിട്ട് ഈ ലോകത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച് പറയാം. ദ്വൗ ഭൂതസർഗൗ ലോകേസ്മിൻ ദൈവ ആസുര ഏവ ച ദൈവോ വിസ്തരശ പ്രോക്തഃ ആസുരം പാർത്ഥ മേ ശൃണു. വീണ്ടും ദ്വൗ ഭൂതസർഗൗ ലോകേ അസ്മിൻ ലോകേ ഈ ലോകത്ത് ഇന്നും നമ്മൾ ഈ വ്യവഹരിക്കുന്ന നമ്മുടെ ഈ വ്യാവഹാരിക മണ്ഡലത്തിൽ അസ്മിൻ ലോകേ ഭൂതസർഗൗ ജീവസൃഷ്ടികൾ, ജീവജാലങ്ങൾ, പ്രത്യേകിച്ച് മനുഷ്യർ, ദൈവ ആസുര ദ്വൗ ഏവ. ഇവിടെ സൃഷ്ടികളിൽ 2 തരത്തിലുള്ള സൃഷ്ടികളാണ് മനുഷ്യരെ എടുത്തിട്ടാണ് പറയുന്നത്. ഒന്ന് ദൈവീ സമ്പത്തിൻ്റെ ഉടമകളും മറ്റതോ ആസുരീ സമ്പത്തിൻ്റെ ഉടമകളും. അപ്പം ദേവന്മാരും അസുരന്മാരും, ഇങ്ങനെ 2 പേരാണ് ഈ ഭൂമിയിലുള്ളത്. ഭൂതസർഗവും
ദൈവ ആസുര ദ്വൗ ഏവ, രണ്ടുപേരാണുള്ളത്. അതിൽ ദൈവ വിസ്തരശഃ മയാ പ്രോക്ത, ദൈവീ സമ്പത്തിനെ കുറിച്ച് ഞാൻ വിസ്തരിച്ച് പറഞ്ഞു. എന്താണ്? 26 ലക്ഷണങ്ങളെ ദൈവീ സമ്പത്തിൻ്റെത് വിസ്തരിച്ച് തന്നെ നമ്മളും കണ്ടു. ചിലതൊന്നും വിസ്തരിക്കേണ്ടതില്ല എന്നുള്ളത് കൊണ്ട് അങ്ങനെ അങ്ങോട്ട് വിസ്തരിച്ചാൽ നിങ്ങൾക്ക് തന്നെ തോന്നും, ഓ മതി 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 സ്വാമി, ഇതാരോടായി പറയണത്, നഴ്സറി കുട്ടികളോടാണോ എന്ന് അങ്ങനെ തന്നെ തോന്നും ചിലപ്പോൾ. ഇതൊക്കെ ഞങ്ങൾക്ക് അറിയില്ലേ? അതെ, ഭഗവാൻ പറയുക വിസ്തരിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ വിസ്തരിച്ചത്. തുടർന്ന് ദൈവ വിസ്തര, ഞാൻ വിസ്തരിച്ച് പറഞ്ഞു. പ്രോക്ത, ഹേ പാർത്ഥ, ആസുരം മേ ശൃണു, ഈ അസുരന്മാരെ കുറിച്ച് നീ എന്നിൽ നിന്ന് കേട്ടാൽ. അത് ആസുര സൃഷ്ടിയെക്കുറിച്ച് പറയുമ്പോൾ പ്രവൃത്തിയെക്കുറിച്ചും നിവൃത്തിയെക്കുറിച്ചുമാണ്. അത് അതിമനോഹരമായിട്ടാണ് ഭഗവാൻ അവതരിപ്പിക്കുന്നത്. നമുക്ക് വിസ്തരിച്ച് തന്നെ നാളെ കാണാം. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.